കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ക്രൗഡ് പുള്ളറായ ഷാഫി പറമ്പിലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് CPM-ന്റെ ഭാഗത്തു നിന്നും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി പ്രചണ്ഡ പ്രചരണങ്ങളാണ് ഷാഫിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സൈബർ കോണുകളിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വടകര പോലുള്ള CPM-ന്റെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന വടകര മണ്ഡലത്തിൽ നിന്നും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിൽ ഏറ്റവും പ്രതിച്ഛായുള്ള അവരുടെ ടീച്ചറമ്മയെ ഏകദേശം 1.25 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വടകരയിൽ തോൽപ്പിച്ചതിന്റെ കലിപ്പ് തീരാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിരന്തരമായി ഷാഫിക്കെതിരെ അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇത്തരം രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചാൽ ഷാഫിയുടെ ഇമേജ് തകർന്നടിയും എന്ന് CPM വെറുതെ സ്വപ്നം കാണുകയാണ്. കാരണം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മത്സരിച്ച് അവിടുത്തെ ജനമനസ്സിൽ ഇടം പിടിച്ചു. അവർ പാലക്കാടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പല രീതിയിലുള്ള വികാര പ്രകടനങ്ങളാണ് നടത്തിയത്. അതൊക്കെ നമുക്കറിയാം. ഒരു മണ്ഡലത്തിൽ അദ്ദേഹം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു വീട്ടുകാരനെ പോലെ മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ വടകരയിലും സംഭവിച്ചിട്ടുള്ളത്. വടകരയിൽ ഷാഫി ജയിച്ചതിന് ശേഷം വടകരയിലെ ജനങ്ങൾ വലിയ സ്നേഹവായ്പോടുകൂടിയാണ് ഷാഫിയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇമേജ് തകർക്കുന്നതിന് വേണ്ടിയാണ് CPM നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊന്നും ഇവിടെ വകവെച്ചു കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതമല്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ന് വടകരയിൽ അദ്ദേഹം പോകുമ്പോൾ അവിടെ DYFIന്റെ പ്രവർത്തകർ വാഹനം തടയുകയും ഷാഫി ആർജവത്തോടുകൂടി പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്റെ നിലപാട് വളരെ വ്യക്തമായി തന്നെ അവരോട് പറയുകയും ചെയ്തു. കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള ഇല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് CPM ഷാഫിയെ വേട്ടയാടുന്നത് ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ മറ്റുള്ള മന്ത്രിമാരോ അവരൊക്കെ പോകുന്ന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ജനക്കൂട്ടം നമ്മൾ കാണാറില്ല. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു ചലനങ്ങൾ ഉണ്ടാക്കുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ എന്നതിൽ ആർക്കും തർക്കമില്ല. ആ ഒരു ഇമേജ് ഇടിച്ചു തകർക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് CPM-ഉം DYFIയും ഇപ്പോൾ അദ്ദേഹത്തിന് പങ്കില്ലാത്ത ഒരു വിഷയത്തിന്റെ പേരിൽ നിരന്തരമായി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് കേരളത്തിന്റെ പൊതുസമൂഹം അംഗീകരിച്ചു തരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.